ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ രാവിലെ തന്നെ പാച്ചുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ് ഞാൻ റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ടൊമാറ്റോ വീറ്റ് ദോശ, മീറ്റ് ഫിംഗേഴ്സ്, പിന്നെ ബനാന ഫ്രൈ ചിപ്സ് ഉണ്ട്, പിന്നെ കുക്കീസും. ഇത്രയാണ് വെച്ച് കൊടുത്ത് പോകുന്നത്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും ഞാൻ വെക്കും കേട്ടോ. അങ്ങനെ പാച്ചുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഡാഡിയുടെ കൂടെ വിടുന്നത് വരെ ഒരു വെപ്രാളമാണ്. അങ്ങനെ ദാ പാച്ചു കുളിച്ച് മിടുക്കനായി ഡ്രസ്സൊക്കെ മാറി ടാറ്റയൊക്കെ പറഞ്ഞ് അപ്പാപ്പൻ്റെ കൂടെ പോവുകയാണ്. ഇപ്പം ഞാൻ കൊണ്ടാക്കാറൊന്നുമില്ല. ഇപ്പം അപ്പാപ്പൻ്റെ കൂടെ പോയി വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദാ ബായ് പറഞ്ഞ് പോവുകയാണ്. അപ്പേനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഡോൺ ചാറ്റി ഡിവൈൻ്റെയും കൂടെ മിൻസിലേക്ക് പോയി. കാരണം കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കാൻ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ടാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പോകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പാർലർ ചൂസ് ചെയ്യുമ്പം ഞാൻ 3 കാറ്റഗറിയിലാണ് ചൂസ് ചെയ്യാറ്. ചില സമയത്ത് നമുക്ക് ഇടയ്ക്ക് തോന്നും ലക്ഷറി ആയിട്ടൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് തോന്നും. പക്ഷേ എപ്പോഴും ബഡ്ജറ്റഡ് ആയിട്ടൊരു സ്ഥലത്തേക്ക് എന്നാൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സർവീസ് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ എപ്പോഴും മിൻസാണ് ചൂസ് ചെയ്യാറ്. അതായത് എനിക്ക് വീടിൻ്റെ വളരെ അടുത്താണ്, നമ്മുടെ നടത്തറയാണ്, വളരെ അടുത്താണ്. മാത്രമല്ല അവിടുത്തെ സർവീസും എനിക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്താലും എനിക്കത് വളരെ എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. കാര്യം വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളും സൗകര്യങ്ങളും മാത്രമേ അവിടെയുള്ളൂ. കുഞ്ഞൊരു പാർലറാണ്, വളരെ എന്താ പറയുക, ഒരുപാട് ലക്ഷറി സംഭവങ്ങളൊന്നും അല്ല. പക്ഷെ അവിടെ നിന്ന് എന്ത് ചെയ്താലും ആ ചേച്ചിമാർ എനിക്ക് ചെയ്തു തരുമ്പോൾ ഒരു 100% അവരുടെ എല്ലാ എഫേർട്ടും നമ്മൾ മാക്സിമം റിലാക്സ് ചെയ്യിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാറ്. അപ്പോൾ എനിക്കവിടെ ഈവൻ ബ്ലീച്ച് ഇട്ടാൽ പോലും എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. മാത്രമല്ല അവിടുത്തെ ചേച്ചിയുടെ കൈപുണ്യവും എനിക്ക് വളരെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഹെയർ സ്പായാണ് ആദ്യം പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പോൾ ഹെയറിൽ മുമ്പെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഞാൻ മുടിയിൽ നല്ല എണ്ണയിട്ട് മസാജൊക്കെ ചെയ്ത് അത് ഒരു സുഖമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവിടെ പോയിട്ട് നല്ല അടിപൊളി സ്പാ മസാജൊക്കെ ചെയ്ത് വന്നപ്പോൾ തന്നെ പകുതി റിലാക്സ്ഡ് ആയി. പിന്നെ അതേ ഫേസിലൊക്കെ നല്ല ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ജസ്റ്റ് കൈയും കഴുത്തൊക്കെ ഒന്ന് ബ്ലീച്ച് ചെയ്തിട്ട് അവിടുത്തെ പിന്നെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വെജ് പീല്. അപ്പോൾ ഇതാണ് കേട്ടോ മിനി ചേച്ചി. അപ്പോൾ തൃശ്ശൂരുള്ളവർ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിക്കോളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്താ പറയുക, ഏറ്റവും നല്ല സർവീസ് അവർ ചെയ്തു തരും. അപ്പോൾ ദേ പാർലറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ നടത്തറ പൂച്ചെട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ദേ എല്ലാം കഴിഞ്ഞ് ഞാൻ ദേ ഓട്ടോയിൽ മടങ്ങുകയാണ്. അപ്പം ഞാൻ പൊതുവേ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് മടങ്ങുമ്പോൾ നടന്നു പോകാറാണ് പതിവ്. പക്ഷെ ഞാൻ ഇന്ന് വിചാരിച്ചു വേണ്ട, വെയിൽ കൊണ്ട് പോയാൽ ശരിയാവില്ല. സ്കിന്നിന് നല്ല ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ, എനിക്ക് നല്ല വ്യത്യാസം തോന്നി. ഭയങ്കര ടാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ പോയി സ്പാ ഒക്കെ ചെയ്തപ്പോഴേ ശരിക്കും ഭയങ്കരമായിട്ട് മൈൻഡും ബോഡിയൊക്കെ റിലാക്സ്ഡായി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് പാച്ചൊരു ഫുഡൊക്കെ കൊടുത്തു. അവനിന്ന് പൂൾ ഡേ ആയിരുന്നു. അപ്പം ഇന്നത്തെ ദിവസം പൂൾ ഡേ ഉള്ള ദിവസം അവനെങ്ങനെ വെച്ചാൽ നല്ല ടയേർഡായിട്ട് വരിക. കാരണം വെള്ളത്തിൽ കളിക്കുമ്പോൾ കുറച്ച് ടയേർഡ്നെസ് കൂടുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ അവനെ കുളിപ്പിച്ച് കിടത്തി. ഞാനും കൂടെ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ, ഞാനും ഉറങ്ങിപ്പോയി. അങ്ങനെ ഇപ്പം ദേ മമ്മി ചായ വെക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാനിപ്പോൾ മെയിനായിട്ട് ഞാനിവിടെ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തേക്കാണ്. എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണല്ലോ കിച്ചൺ. ഇപ്പോൾ ഡിവൈന് മമ്മിയും കൂടിയിട്ട് ബിസിനസ്സിലേക്ക് ഒന്നും കൂടി എൻഗേജ്ഡ് ആവാനുള്ള പ്ലാനൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രീം കളക്ഷൻസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്താൽ മതി. ഇപ്പോൾ കുറച്ചും കൂടി അവർ കൂടുതൽ സ്റ്റോക്ക് എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചുകൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കിച്ചൺ ഡ്യൂട്ടി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം, നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ബിസിനസ്സിലേക്ക് ഇരുന്നോളാം പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് തൊട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തലേന്നൊക്കെ ചെയ്തു വയ്ക്കും. കാരണം ഇവർ പോകുന്ന ഗ്യാപ്പിൽ വേണം ഇപ്പോൾ എന്തെങ്കിലും പ്രൊമോഷൻസ് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ എൻ്റേതായ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഇവർ ഇല്ലാത്ത സമയത്ത് പറ്റുള്ളൂ. പാച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു 3 hours ഉണ്ടല്ലോ, ആ ഒരു 3 hours എൻ്റെ പരിപാടികൾ അങ്ങനത്തെ പരിപാടികൾ തീർക്കണം. പിന്നെ പാർലറിൽ പോയത് കണ്ടില്ലേ, ഞാൻ പോയ സമയത്താണ് ഞാൻ പോയത്. കാരണം പിള്ളേരുടെ പിന്നാലെ ഓടണം, അത് എപ്പോഴും ഡാഡിക്കും മമ്മിക്കും പറ്റിയെന്ന് തരില്ല. മാത്രമല്ല അവർ ഈ ബിസിനസ്സും കാര്യങ്ങളായിട്ട് അവരും തിരക്കാണ്. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സമയത്ത് നാളത്തേക്കുള്ള കറികളും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞാൻ ഇന്ന് വെക്കും.
നാളത്തേക്കുള്ളത്. ഇപ്പോൾ ദേ ഇന്ന് രാത്രിയിലേക്ക് വരെയുള്ള എല്ലാം ദേ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചാൽ നാളെ അത്രയും സമയം എനിക്ക് ഫ്രീ ആവും. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റേതായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇൻസ്റ്റഗ്രാമിലേക്കാണെങ്കിലും കൊളാബറേഷൻസ് വരുമെങ്കിലും നമുക്കത് കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ മാതാജി അവിടെ ഇരുന്ന് ചായയും റസ്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ പുറത്ത് പാച്ചു അപ്പാപ്പനും കൂടി വണ്ടി ഓടിച്ച് കളിക്കുകയാണ്. ദേ മുകളിൽ നിന്ന് ഡിവൈനും തോമും ചാക്കോച്ചനൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ദേ ഞാൻ കിച്ചണിലേക്ക് കിടക്കാം. മമ്മി ദേ പുറത്തേക്ക് പട്ടികളുടെ കാര്യങ്ങൾക്കായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ലൈറ്റ് ഇടട്ടെ. ഓക്കേ, അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കിച്ചൺ ഡ്യൂട്ടി ആണെന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇന്നലെ ഇതുപോലെ ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഇന്നത്തേക്കുള്ള ലഞ്ചിൻ്റെ കറികളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറേ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ ലഞ്ചിന് ചോറും പിന്നെ ഈ കറികളൊന്നും ചിലവായില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ നാളത്തേക്ക് ലഞ്ചിന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇന്ന് ഡിന്നറിലേക്കുള്ള കറിയാണ് ഉണ്ടാക്കണേ. പിന്നെ മീൻ മുട്ട ഇരിക്കുന്നുണ്ട്. മീൻ മുട്ടയും ജസ്റ്റ് ചിക്കി വറക്കാം എന്ന് വിചാരിച്ചു, നാളേക്ക് ഊണിനുള്ളത്. അപ്പോൾ ഇത് രണ്ടാണ് ചെയ്യാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡിന്നറിന് നമ്മളിന്ന് ചില്ലി ബീഫാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റീക്കിന് വേണ്ടിയിട്ട് ബീഫ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല. ആൻസിഡേറ്റൻ ഉള്ളത് കൊണ്ട് സ്റ്റീക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. പക്ഷേ ആൻസിഡേറ്റൻ അന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ബാക്കിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ജസ്റ്റ് സ്ലൈസ് ചെയ്തിട്ട് നമ്മുടെ ചില്ലി ബീഫ് ഉണ്ടല്ലോ, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ബീഫ്, എൻ്റെ ഒരു സ്റ്റൈലിൽ ചില്ലി ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വേഗം പണി തുടങ്ങാം അല്ലേ. ഇതാണ് സ്റ്റീക്കിൻ്റെ പീസ് കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ കട്ട് ചെയ്ത് ചില്ലി ബീഫ് ആക്കാൻ പോവാണ്. ഞാൻ എല്ലാം ദേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫൊക്കെ ഞാൻ എന്താ ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. ഇതാ ഫ്രഷായിട്ട് ദേ അടിച്ച കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ദേ കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ദേ കുക്കർ അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇത് ബീഫ് മാരിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു ബാറ്റർ തയ്യാറാക്കുകയാണ്. അത് ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ചില്ലി, പിന്നെ ഇതൊക്കെ നന്നായിട്ട് കൊത്തി അരിഞ്ഞത് കേട്ടോ. അരച്ചെടുത്താലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, റെഡ് ചില്ലി സോസ്, 2 സ്പൂൺ മൈദ, 2 ചെറിയ സ്പൂൺ കോൺഫ്ലവർ, ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പും ഇടണം കേട്ടോ, ഉപ്പും പിന്നെ കുരുമുളക് പൊടി. ഇത്രയും കൂടി മിക്സ് ചെയ്ത് ഞാനവിടെ വെച്ചേക്കാണ്. അപ്പോൾ ദേ നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ലോണം പഞ്ഞി പോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഈ ഒരു മിക്സ് ആ ഒരു ബീഫ് സ്റ്റോക്കിൽ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ദേ ഇതിൻ്റെ ഗ്രേവിയിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഇതങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ബാറ്റർ സെറ്റായി കിട്ടും. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന അത്രയും നമുക്ക് ഹാർഡായിട്ട് ഇതിൻ്റെ ഒരു കോട്ടിംഗ് ഒന്നും വേണ്ട. വളരെ കുറച്ച് മൈദയും കോൺഫ്ലവറും മതി. ജസ്റ്റ് ഒന്ന് ആ ഒരു ബീഫിലൊന്ന് പരണ്ട് കിട്ടാൻ വേണ്ടി മാത്രം അതൊരു 20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരിക. കാരണം ഓൾറെഡി ബീഫ് വെന്തതാണ്. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരിക. ഈ ഒരു മുരിഞ്ഞ ബീഫ് തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിതേ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. നമ്മളിതേ ആ വറുത്ത ബീഫിൻ്റെ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, ചില്ലി ഇതൊക്കെ നന്നായിട്ട് കൊത്തി അരിഞ്ഞതിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പോൾ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒഴിച്ച് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് വെള്ളവും ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ശരിക്കും അതൊന്ന് കുറുകി വരും. ഞാൻ വറ്റൽമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നുള്ള് പഞ്ചസാര ഇടണം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയനും നമ്മുടെ ഈ ക്യാപ്സിക്കവും കൂടി ഇട്ട് ജസ്റ്റ് അതൊന്ന് കുക്കാവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് നേരെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ ബീഫും കൂടിയിട്ട് ഇളക്കി മല്ലിയില ഇടാം. നമ്മുടെ സ്പ്രിംഗ് ഓണിയനൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് മീൻ മുട്ടയുടെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
മീൻമുട്ട നിങ്ങൾക്കറിയാമല്ലോ, ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും ടേസ്റ്റ്. ഇങ്ങനെയാണ് നമ്മുടെ മുട്ട വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് വേവുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചുവന്നുള്ളി, ഇഞ്ചിയും വേപ്പിലയും പച്ചമുളകും വറ്റൽമുളകും ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന വരെ വഴറ്റുക. കുറച്ച് മുളക് പൊടി, ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് ആ പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ ഈ മുട്ട ഇങ്ങനെ വട്ടനെ കട്ട് ചെയ്ത് വെച്ചത് ഇടാം. ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും എന്താണ് ഇങ്ങനെയെന്ന് വിചാരിക്കും. കുറച്ച് നേരം ഇളക്കി മാഷർ കൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് കുത്തി ഇളക്കി വരുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടിയായിട്ട് നമുക്ക് കിട്ടും. അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡറൊക്കെ ഇട്ട് ഇളക്കി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഇട്ടാണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനത്തെ നമ്മളുടെ ഡിന്നറൊക്കെ റെഡിയായി. ഒരു സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങളിതാ എല്ലാ പണികളും കഴിഞ്ഞ് റൂമിലേക്ക് കയറി. മമ്മിതാ ഭയങ്കര തിരക്കിലാണ്, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാച്ചുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇനി ഉറങ്ങാനുള്ള പരിപാടിയിലേക്ക് നിർത്തിയേക്കാണ്. അപ്പാപ്പൻ്റെ കൂടെ കിടത്തിയിട്ട് ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിയാണ്. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞ പരിപാടികളുണ്ട് കേട്ടോ. മമ്മി അവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിവൈൻ മുകളിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം ഞങ്ങളുടെ എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് അത് വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം കുളിച്ച് അങ്ങനെ കിടക്കും. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും റുട്ടീൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഹാളിൽ ഇരുന്നിട്ട് ഓരോരുത്തർക്കും ഓരോ റൂമാണ്. ഡിവൈൻ മുകളിലായിരിക്കും, ഞാൻ ഇവിടെ മമ്മിയുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ടാണ് കൊടുക്കുക. മമ്മി മിക്കവാറും കിച്ചണിൽ വന്നിട്ട്. അപ്പോൾ ശരിക്കും 3 പേരും ശരിക്കും എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു 1-1:30-2 മണിയായിട്ടുണ്ടാവും. ആ സമയമാവും നമ്മളെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ റുട്ടീൻ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് രാവിലെ അതിരാവിലെ എണീറ്റിട്ടുള്ള റുട്ടീനിലേക്ക് വരാൻ പറ്റാത്തത്. കാരണം ഞങ്ങളെല്ലാവരും അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് കിടക്കുമ്പം 2-2:30 മണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താണ് 9 മണിയായിട്ട് എണീക്കണേ, എന്താ 8 മണിയായിട്ട് എണീക്കണേ, നേരത്തെ എണീറ്റൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളില്ല, ഓരോരുത്തരുടെ ഇത് ശരിക്കും പ്രൊഫഷനായിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പം മമ്മിയാണെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോകല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ റുട്ടീൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് ശരിക്കും നല്ല സുഖമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടോ. ആ ഒരു മസാജൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ആ ഒരു മസാജിൻ്റെയൊക്കെ സുഖം ഇപ്പോഴും എനിക്കുണ്ട്. മറ്റേ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായി. അപ്പം ഇനി മുടി ഞാനിനി തല കഴുകില്ല, ജസ്റ്റ് മേല് കഴുകിയിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പം ഇനി ഞാൻ വേഗം എഡിറ്റിങ്ങിലേക്കൊക്കെ കടക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.